ഹായ് ഫ്രണ്ട്സ്, ഇന്നലെ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ഞാനൊരു PC ബ്രൗസറിനെ കുറിച്ചൊരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ തയ്യാറാക്കാൻ ഇന്നലെ സാധിച്ചില്ല. ഞാനിപ്പോൾ ഇന്നാണ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ബ്രൗസറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പേര് പറഞ്ഞ പരിചയം ഉണ്ടായിരിക്കും. UC ബ്രൗസർ എന്ന് പറയുന്ന PC എഡിഷൻ ആപ്ലിക്കേഷൻ ആണ്. നമ്മൾ സാധാരണ ആൻഡ്രോയിഡ് ഫോണിനകത്ത് ഉപയോഗിക്കുന്ന UC ബ്രൗസറിനേക്കാളും ഒരുപാട് ഫീച്ചേഴ്സ് ഇതിനകത്ത് കൂടുതലുണ്ട്. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും. നമ്മൾ സാധാരണ ക്രോം അല്ലെങ്കിൽ ഫയർഫോക്സ് ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇത് പുതിയൊരു അനുഭവം തന്നെയായിരിക്കും. ഇതിനകത്ത് ഏതൊരു സൈറ്റിലെയും വീഡിയോ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ ഒരു ഡൗൺലോഡറായിട്ട് ഇത് വർക്ക് ചെയ്യും. മാത്രമല്ല, നമ്മളെ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഇന്റർനെറ്റിനെ നമ്മൾ ലാപ്ടോപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ നിന്നുകൊണ്ട് നമുക്ക് വൈഫൈ ആയിട്ട് ഔട്ട് എടുത്ത് നമുക്ക് മൊബൈലിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ സ്ക്രീൻഷോട്ടുകൾ എടുക്കാൻ സാധിക്കും. നമ്മൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് സ്ക്രീൻ ബ്രൈറ്റ്നസ് കുറയ്ക്കാനായിട്ട്, കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, ഒരുപാട് തീമുകളുണ്ട്. അങ്ങനെ നല്ല ഒരു ആപ്ലിക്കേഷൻ ആണ്. ഞാനിവിടെ ഓപ്പൺ ചെയ്യാം. നിങ്ങൾക്കത് കണ്ടു കഴിഞ്ഞാൽ കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഇന്റർഫേസ് ഇങ്ങനെ വളരെ മനോഹരമായിട്ടാണ് വരിക. ഇതൊക്കെ എഡിറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഈ ഏത് ടൈപ്പ് വേണോ, ഇങ്ങനെ സ്ക്വയർ ആയിട്ട് ഐക്കൺസ് വേണോ, റൗണ്ട് ഷേപ്പ് വേണോ എന്ന് നമുക്ക് ഇവിടെ തീരുമാനിക്കാം. ഇവിടെ ഈ ഒരു മോഡലാണ് ഞാൻ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഇവിടെ പുതിയ പുതിയ ബട്ടൺസുകൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. വെബ്സൈറ്റുകൾ നമുക്ക് ആ സ്ക്വയർ, ആ റൗണ്ട് ഷേപ്പ് മതിയെങ്കിൽ വീണ്ടും അത് സെലക്ട് ചെയ്ത് അപ്ലൈ കൊടുക്കാം. അതുപോലെ തീമുകൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ വന്നാൽ ഒരുപാട് തീമുകൾ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ആവശ്യമുള്ള തീമുകൾ അതിൽ നിന്നുകൊണ്ട് സെലക്ട് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് ഇമേജസ് ഒക്കെ നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ മാറ്റാം. ഒരുപാട് തീമുകളുണ്ട്. എൻ്റെ നെറ്റ് കുറച്ച് സ്ലോ ആയത് കാരണമാണ് ലോഡ് ആവാൻ ഒരു ഒത്തിരി സമയം എടുക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പിക്ചേഴ്സ്, ബാക്ക്ഗ്രൗണ്ട് പിക്ചേഴ്സ് നിങ്ങൾക്ക് മാറ്റാം. അതുപോലെ ഈ ഇപ്പുറത്ത് ഇതിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീമുകൾ മാറ്റാം. ഈ രണ്ട് ഓപ്ഷനും ലോഡ് ആവാൻ ടൈം എടുക്കുന്നത് എൻ്റെ നെറ്റിന്റെ പ്രോബ്ലം ആണ്. ഇതൊക്കെ വളരെ ഫാസ്റ്റിൽ വരുന്നതാണ്. ഓക്കെ, പിന്നെ വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഞാനിവിടെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തു. ഈ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ളൊരു വീഡിയോ നമുക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്ന് നോക്കാം. ഇപ്പൊ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജ് ടിപ്സ് വേൾഡ് എന്ന് പറയുന്ന എൻ്റെ ഫേസ്ബുക്ക് പേജ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരുപാട് ടിപ്സുകൾ നിങ്ങൾക്ക് ലഭിക്കും. എൻ്റെ ഫേസ്ബുക്ക് പേജ് ടിപ്സ് വേൾഡ് നിങ്ങളാരും സന്ദർശിച്ചില്ലെങ്കിൽ ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ലൈക്ക് ചെയ്യുക, അതിനകത്ത് വരുന്ന പോസ്റ്റുകൾ ഷെയർ ചെയ്യുക. ഓക്കെ, ഞാനിവിടെ എൻ്റെ ഫേസ്ബുക്ക് പേജ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ ഫേസ്ബുക്ക് പേജിനകത്തുള്ള ഒരു വീഡിയോ നമുക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്ന് നോക്കാം. നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ എടുത്തു അതിനടുത്തേക്ക് മൗസ് കൊണ്ടുവരുന്ന സമയത്ത്, ഇതൊരു വീഡിയോ ആണ്, അതിനടുത്തേക്ക് മൗസ് വന്നപ്പോൾ നോക്കുക, മുകൾ ഭാഗത്തൊരു പുതിയ ബട്ടൺസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പുറത്ത് ഈ ഒരു ബട്ടണിലാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ പോപ്പപ്പ് ആയിട്ട് ഈ ബ്രൗസറിന്റെ പുറത്തേക്ക് ഒരു വിൻഡോയിലേക്ക് പ്ലേ ചെയ്ത് സ്ക്രീനിൽ നിന്ന് മാറ്റി ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഞാനിവിടെ ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതാനും സെക്കൻഡുകൾക്കകം തന്നെ അതിന്റെ എത്ര റെസൊല്യൂഷൻ അവൈലബിൾ ആണ് അതിവിടെ കാണിക്കും. നമുക്ക് ആവശ്യമുള്ളത് ഇതിൽ നിന്നുകൊണ്ട് സെലക്ട് ചെയ്യാം, എന്നിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഒരു ആനിമേഷനോട് കൂടി അത് ഡൗൺലോഡ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമുക്ക് അവിടെ ഡൗൺലോഡ് ആവുന്നത്. ഞാനിപ്പോൾ അത് ക്യാൻസൽ ചെയ്തു. അതുപോലെ പോപ്പപ്പ് ആയിട്ട് പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു വേറെ വിൻഡോയിലേക്ക് വരും. നമുക്ക് ഇതിനെ പ്ലേ ചെയ്യുന്ന സമയത്ത് പിന്നെ ഈ ബ്രൗസർ നമുക്ക് ആവശ്യമില്ല. ബ്രൗസർ മാറ്റിയാലും നമുക്ക് ബ്രൗസർ നമ്മൾ മിനിമൈസ് ചെയ്താലും അതല്ലെങ്കിൽ മാറ്റിയെടുത്താലും നമുക്കത് സ്ക്രീനിൽ അതൊരു വീഡിയോ പ്ലെയറിൽ കാണുന്ന പോലെ നമുക്ക് കാണാൻ സാധിക്കും. തിരിച്ച് ബ്രൗസറിലേക്ക് തന്നെ പോകണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും ആ ബ്രൗസറിനകത്ത് തന്നെ പ്ലേ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ എങ്ങനെയാണ് സ്ക്രീൻഷോട്ട് എടുക്കുന്നതെന്ന് നോക്കാം. നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കേണ്ട ഒരു പോർഷൻ നമ്മൾ കണ്ടെത്തിയതിനു ശേഷം ഇവിടെ നോക്കുക, ഒരു സ്ക്രീൻഷോട്ടിന്റെ ഒരു ബട്ടൺ കാണാം. ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഏതൊക്കെ ഭാഗങ്ങളാണ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഈ മാർക്ക് ചെയ്തതിനകത്ത് വരുന്ന ഭാഗം മാത്രമാണ് നമുക്കൊരു പിക്ചറായിട്ട് സേവ് ചെയ്യാനോ അതല്ലെങ്കിൽ ഷെയർ ചെയ്യാനോ സാധിക്കുക. അതിനെ എഡിറ്റിംഗ് ഒക്കെ നടത്തണമെങ്കിൽ ഇവിടെ ഒരുപാട് ടൂളുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ എഡിറ്റിംഗ് ഒക്കെ നടത്താം. പുതിയ പുതിയ
അനോട്ടേഷനുകളൊക്കെ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള രീതിയിലായതിനു ശേഷം ഇവിടെ സേവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് എവിടേക്ക് വേണമെങ്കിലും സേവ് ചെയ്ത് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. പിന്നെ വരുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് സ്ക്രീൻ ബ്രൈറ്റ്നസ് കുറയ്ക്കാനും കൂട്ടാനും ഒക്കെയുള്ള ഓപ്ഷനാണ്. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു പേജ് റീഡ് ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് ഇത് ആവശ്യം വരിക. ന്യൂസ് പേപ്പറൊക്കെ വായിക്കുന്ന സമയത്ത് ബ്രൈറ്റ്നസ് കുറച്ച് വെക്കുന്നത് എപ്പോഴും കണ്ണിന് നല്ലതായിരിക്കും. നമുക്ക് ഈ രീതിയിൽ ഇങ്ങനെ കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. കുറയ്ക്കാനുള്ള ആ ഒരു ബട്ടൺ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ ഡൗൺലോഡ് ചെയ്ത ആ ഒരു ഭാഗത്തേക്ക് പോകണമെങ്കിൽ ഇവിടെ ഈ ഒരു സംഭവത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത ഫയൽ, ഞാനിപ്പോൾ ഒന്നും ഡൗൺലോഡ് ചെയ്തിട്ടില്ല, ഉണ്ടെങ്കിൽ ഇവിടെ ലിസ്റ്റിൽ കാണിക്കും. പിന്നെ പേജ് നമുക്ക് മ്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഒരു വീഡിയോ പ്ലേ ചെയ്യുന്ന പെട്ടെന്ന് നമുക്ക് മ്യൂട്ട് ചെയ്യാനായിട്ട് ഈ ഒരു ബട്ടൺ യൂസ് ചെയ്യാം. അതുപോലെ പേജ് സൂം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബട്ടൺ യൂസ് ചെയ്യാം. പേജ് നമുക്ക് എത്ര വേണമെങ്കിലും സൂം ചെയ്ത് കാണാനായിട്ട് സാധിക്കും. പിന്നെ വരുന്നത് വൈഫൈ ഹോട്ട്സ്പോട്ടിന്റെ ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഇവിടെ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഒരു നെറ്റ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അത് ഞാനിപ്പോൾ നിലവിൽ ഉപയോഗിക്കുന്നത് സാധാരണ വൈഫൈ തന്നെയാണ്. ഇനിയിപ്പോൾ വൈഫൈ ആണെങ്കിൽ പോലും, അതല്ല കേബിൾ ആണെങ്കിൽ പോലും, നമുക്ക് ലാപ്ടോപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഹോട്ട്സ്പോട്ട് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ മൊബൈലിലേക്ക് കൂടെ ഈ ഒരു ഇന്റർനെറ്റിനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇതിൽ ടേൺ ഓൺ യൂസി ഫ്രീ വൈഫൈ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ മൊബൈലിൽ ഇനി വൈഫൈ ഓൺ ചെയ്ത് സ്കാൻ ചെയ്യുമ്പോൾ ഈ പേരിൽ നമുക്ക് അവിടെ ഒരു വൈഫൈ കാണാൻ സാധിക്കും. ഞാനത് കണക്ട് ചെയ്യാൻ പോവാണ് എൻ്റെ മൊബൈലിൽ. കണക്ട് ചെയ്യുമ്പം അതിൻ്റെ പാസ്വേഡ് ചോദിക്കുമ്പോൾ ഈ ഒരു പാസ്വേഡ് അടിച്ചു കൊടുക്കുക. 1 2 3 4 5 6 7 8. ഞാനിപ്പോൾ എൻ്റെ മൊബൈലിൽ കണക്ട് ചെയ്യുന്നുണ്ട്. നോക്കുക, ഇപ്പോൾ ഞാൻ കണക്ട് ആയി. എൻ്റെ ഡിവൈസ് ഇവിടെ കാണിക്കുന്നുണ്ട്, എത്ര സ്പീഡിൽ എനിക്ക് നെറ്റ് കിട്ടുന്നുണ്ട് എന്നിവിടെ കാണിക്കുന്നുണ്ട്. ഇനി അത് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടേൺ ഓഫ് എന്ന് കൊടുക്കാം. നമുക്കിവിടെ ടേൺ ഓഫ് ചെയ്തു. അപ്പം ഇനി മുതൽ വൈഫൈ എൻ്റെ മൊബൈലിൽ കിട്ടില്ല. ഓക്കെ, ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത്രയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സുകൾ. അപ്പോൾ നമുക്ക് വൈഫൈ ഹോട്ട്സ്പോട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേറൊരു ആപ്ലിക്കേഷൻ ആണ് സാധാരണ ഉപയോഗിക്കാറ്. അത് ഇനി മുതൽ ഈ ഒരു ബ്രൗസറിനകത്ത് തന്നെ കിട്ടും. സ്ക്രീൻഷോട്ട് എടുക്കാം, അതുപോലെ നമുക്ക് ബ്രൈറ്റ്നസ് കുറയ്ക്കാം. പിന്നെ ഡൗൺലോഡിങ് ഏറ്റവും മികച്ചത് അതാണ്. നമുക്ക് ഏതൊരു സൈറ്റിലെയും വീഡിയോ, ഓൺലൈൻ വീഡിയോ, യൂട്യൂബ്, ഫേസ്ബുക്ക്, ഒത്തിരി വീഡിയോ നമുക്ക് എവിടെ നിന്നൊക്കെ കിട്ടുന്നോ അതെല്ലാം നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ ഈ ഒറ്റ ബ്രൗസറിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം, പക്ഷേ അറിയാത്ത ആളുകൾക്ക് വേണ്ടി നിങ്ങൾ മാക്സിമം ഇത് ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് എത്തിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.